ഹായ് ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബ്രൈറ്റൺ മാച്ച് പ്രിവ്യൂ ആണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മൾ ലിവർപൂളിനെ തോപ്പിച്ചു. നമ്മൾ ലിവർപൂളിനെ ആൻഫീൽഡിൽ പോയി തോപ്പിച്ചതിന്റെ ഒരു വലിയൊരു ആവേശത്തിലും അതിന്റെ സന്തോഷത്തിലും ആണ് നമ്മൾ നാളെ രാത്രി 10 മണിക്ക്, ഇന്ത്യ സമയം 10 മണിക്ക്, ഈ ബ്രൈറ്റനെതിരായിട്ടുള്ള മാച്ചിന് കളിക്കാൻ പോകുന്നത്. പക്ഷേ ബ്രൈറ്റനെതിരെ നമ്മുടെ റീസെന്റ് ഹിസ്റ്ററീസ് വെച്ച് നോക്കുമ്പോൾ നാളത്തെ മത്സരം അത്ര എളുപ്പമല്ല. ലിവർപൂളിന്റെ അത്ര ടഫാണോന്ന് ചോദിച്ചാൽ അല്ല, എങ്കിലും നാളത്തെ മത്സരം അത്ര എളുപ്പമല്ല യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. അത് അവസാനത്തെ റീസെന്റ് ഹിസ്റ്ററീസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം അവസാനത്തെ 5 മത്സരങ്ങളിൽ യുണൈറ്റഡ് ആകെ കൂടി ഒറ്റ മത്സരത്തിൽ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അത് എറിക് ടെൻ ഹാഗിന്റെ കീഴിൽ 2024 മെയ് മാസത്തിലാണ് തോന്നുന്നത്. കഴിഞ്ഞ ഈ വർഷം തന്നെ ജനുവരിയിൽ നടന്ന മത്സരത്തിൽ നമ്മൾ 3-1 ബ്രൈറ്റനെതിരെ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റനെതിരെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനും വലിയൊരു മൊമെന്റം ഈ റീസെന്റ് ആയിട്ട് ഇനി കിട്ടാനില്ല. കാരണം ലിവർപൂളിനെ ആൻഫീൽഡിൽ പോയി തോപ്പിച്ചതിന്റെ ഒരു മൊമെന്റം ഉണ്ട്. അതിന് വലിയ മൊമെന്റം ഒന്നും ഇനി കിട്ടാനില്ല. അതുകൊണ്ട് മൊമെന്റത്തിന്റെ അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ ഇതോ അങ്ങനെ ഒന്നുമില്ല. കാരണം ഇതിനും വലിയൊരു മൊമെന്റം യുണൈറ്റഡിന്റെ പ്ലേയേഴ്സിനോ ഇനി കിട്ടാനില്ല. പക്ഷെ ബ്രൈറ്റനെതിരെ കളിക്കുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. കാരണം ബ്രൈറ്റൺ എങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ബിഗ് ക്ലബ്സിനെതിരെ അവർ പ്രയോഗിക്കുന്ന കുറച്ച് ടാക്ടിക്സുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ടാക്ടിക്സ് ആണ്, അവർ നമുക്ക് എന്തായാലും നാളത്തെ മത്സരത്തിന്റെ തുടക്കം തൊട്ട് പൊസഷൻ നമ്മുടെ കയ്യിലുണ്ടാവും, ബോൾ നമ്മുടെ കയ്യിലുണ്ടാവും. കാരണം അവരുടെ മിക്കവാറും അവരുടെ ഒരു ഫോർമേഷൻ രീതി വരുന്നത് തന്നെ 5-2-3-1 എന്നുള്ള രീതിയിലേക്കാണ്. 5-2-3-1 ഇല്ല, 5-2-3 എന്നുള്ള രീതിയിൽ എന്തായാലും ഒരു ഫസ്റ്റ് ഹാഫ് ഇറങ്ങാൻ ചാൻസ് ഉള്ളൂ. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ബോൾ പൊസിഷൻ നന്നായിട്ടുണ്ടാവും. ആ ബോൾ പൊസിഷനിൽ നമ്മൾ എത്രത്തോളം ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ബിഗ് ചാൻസസ് എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഗോൾ ആക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ നാളത്തെ പ്രകടനം. കാരണം ഫസ്റ്റ് ഹാഫില് നമുക്ക് കിട്ടുന്ന ബിഗ് ചാൻസസ് വളരെ കുറവായിരിക്കും. കാരണം 5 ഡിഫൻഡേഴ്സ് എന്തായാലും ഉണ്ടായിരിക്കും. ആ 5 ഡിഫൻഡേഴ്സിന്റെ മറികടന്ന് ഒരു ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അത് ബ്രൈറ്റനെതിരെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ബിഗ് ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് വട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പല ടീമുകൾക്കെതിരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നാളെ ബ്രൈറ്റന്റെ എതിരെ അത് പോരാ. കാരണം ബ്രൈറ്റനെതിരെ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം, ആ ബിഗ് ചാൻസസ് കൺവേർട്ട് ചെയ്ത് ഗോളാക്കിയിരിക്കണം. കാരണം അവരുടെ സെക്കൻഡ് ഹാഫിലെ കളി ടോട്ടലി ഡിഫറെന്റ് ആവും. കാരണം അവർ നമുക്ക് പൊസിഷൻ വിട്ടു തരും, ഇതൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അവർ കുറച്ചും കൂടി അവരുടെ പ്ലേ സ്പീഡിയാക്കും. സ്പീഡിയാക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ഡിഫൻഡേഴ്സിന്റെ പിന്നിലൂടെയുള്ള റൺ, അവരുടെ വിങ്ങേഴ്സിന്റെ റൺ ക്രൂഷ്യലാണ്. അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ വളരെ അധികം നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഡിഫൻഡേഴ്സിന്റെ പിന്നിലൂടെ ബ്രൈറ്റൺ പ്ലേയേഴ്സിന്റെ റണ്ണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കാരണം അവർ അങ്ങനെയാണ് ഒരുവിധം അവരുടെ പ്ലേയിങ് സ്റ്റൈൽ, കൗണ്ടർ അറ്റാക്കിങ് പ്ലേയിങ് സ്റ്റൈലാണ്. ആ കൗണ്ടർ അറ്റാക്കിങ്ങിൽ തന്നെ അവരുടെ വിങ്ങിലേക്കുള്ള അവരുടെ നമ്മുടെ ഡിഫൻഡേഴ്സിന്റെ പിറകിലൂടെയുള്ള അവരുടെ റൺ, അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് പീസസ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബ്രെൻഫോർഡിനെതിരായിട്ടുള്ള മത്സരത്തിൽ അവർ ലോങ് ത്രോസ്, ലാസ്റ്റ് ടൈമിൽ ലോങ് ത്രോസ് ഒരുപാട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ത്രെട്ടൺ ആയിട്ടുള്ള സെറ്റ് പീസസ് നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. കാരണം അത് സിറ്റിക്കെതിരായിട്ടുള്ള ഒരു മത്സരം കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലായിരിക്കും. സിറ്റിക്കെതിരെ അങ്ങനെ ഒരു സെറ്റ് പീസിലാണ് ഒരു പെനാൽറ്റി കൺവേർട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. സോ ബ്രൈറ്റന്റെ ഏറ്റവും ഫോം, അല്ലെങ്കിൽ ബ്രൈറ്റന്റെ ഏറ്റവും ഇന്റൻസ് ആയിട്ട് അവർ കളിക്കുന്നത് മാക്സിമം ഒരു 65 മിനിറ്റ്സിന് ശേഷമായിരിക്കും. 65 മിനിറ്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോൾ ടു ബോൾ, മാൻ ടു മാൻ അവർ പ്രസ് ചെയ്യും. അത് നമുക്ക് നമ്മുടെ ഗോൾ കീപ്പറായ ലാൻസിന് ഇതുവരെ നമ്മൾ 2 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ, അതിൽ കൂടുതൽ പ്രസ് ഈ മത്സരത്തിൽ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അവരുടെ ഫോർവേഡേഴ്സ് ആയാലും അവരുടെ വിങ് ബാക്സ് ആയാലും വിങ്ങേഴ്സ് ആയാലും നല്ല രീതിയിൽ പ്രസ് ചെയ്യും, മാൻ ടു മാൻ പ്രസ്സിങ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ ആദ്യത്തെ 45 മിനിറ്റ്, അതായത് ഹാഫ് ടൈമിന് മുമ്പ് ബിഗ് ചാൻസസ് എത്രത്തോളം ക്രിയേറ്റ് ചെയ്യുന്ന, ബിഗ് ചാൻസസ് എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഗോളാക്കുന്നു എന്നനുസരിച്ചിരിക്കും നാളത്തെ നമ്മുടെ പ്രകടനത്തിന്റെ, അല്ലെങ്കിൽ നാളത്തെ നമ്മുടെ വിജയത്തിന്റെ കാര്യം നിശ്ചയിക്കുന്നത്. ഇനി നമുക്ക് ഫോർമേഷനിലേക്ക് വരാം. ഫസ്റ്റ് ഗോൾ കീപ്പർ സംശയമില്ല ലാനൻസ്. കാരണം അതിന്
ഇനി വേറൊരു ചിന്ത കൊടുക്കേണ്ട ആവശ്യമില്ല, ലാമിൻസ് തന്നെയാണ്. ഇനി വരുന്നത് സെന്റർ ബാക്ക് സൈഡിലെ 3 പ്ലേയേഴ്സ്. ഈ 3 പ്ലേയേഴ്സിൽ ഞാൻ പിക്ക് ചെയ്യുന്നത് ലൂക്ക് ഷോ, ഡിലൈറ്റ്, യൂറോ. അപ്പൊ ചോദ്യം വരും, എന്തുകൊണ്ട് ഹാരി മഗ്വയർ ഇല്ല? കഴിഞ്ഞ മാച്ചില് ലിവർപൂളിനെതിരെ വിന്നിംഗ് ഗോൾ നേടിയ ഹാരി മഗ്വയറിന് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, ഇതാണ് സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞതില്ലേ, വിങ്ങേഴ്സ് സെന്റർ ബാക്സിന്റെ പിന്നിൽ കൂടി നടത്തുന്ന റണ്ണ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതുപോലെ പേസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് നമുക്കിവിടെ വേണം. അതിന് എന്തായാലും ഡിലേറ്റും മഗ്വയറും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. അതിന് യൂറോ തന്നെ വേണം. കാരണം അതുപോലെ പേസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവരുടെ വിങ്ങേഴ്സിന്റെ ആ റൺ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ യൂറോനെ പിക്ക് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മഗ്വയറിനെ ഇതാക്കിയല്ലോ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫോമിനെ തള്ളി പറയുക ഒന്നുമല്ല. നാളത്തെ മത്സരത്തിലെ ടാക്ടിക്സ് നോക്കുക, അല്ലെങ്കിൽ ടാക്ടിക്സ് നോക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ സെസ്കോനെ പുറത്തിരിക്കുക അതേ സമീപനം ഇവിടെ തന്നെ സ്വീകരിച്ചാൽ ഉറപ്പായിട്ടും മഗ്വയർ പുറത്തിരിക്കും, യൂറോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ലെഫ്റ്റ് ബാക്ക്, ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ട് ഞാൻ ഡോർഗുവിനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഡയലോട്ടിനല്ല. ഡയലോട്ടിന് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല ഒരു ഇതിലും, പക്ഷെ ചില സമയങ്ങളിൽ ഡയലോട്ട് ലെഫ്റ്റിലും ഇറങ്ങാറുണ്ട്. പക്ഷെ ഈ വട്ടം ഞാൻ ഡോർഗുവിനെ തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. കാരണം റണ്ണിങ്, അറ്റാക്കിങ്ങിലേക്കും ഡിഫൻഡിലേക്കും നടത്തുന്ന റണ്ണിങ് ഡോർഗു ആണ് അമോറിയമിന്റെ സിസ്റ്റത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോർഗു, കാരണം ആ പൊസിഷനിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് വളരെ കുറവാണ്. പിന്നെ റൈറ്റ് വിങ് ബാക്ക് അപ്പോഴും അമാദ്, ഡയലോട്ടില്ല. ഡയലോട്ടിനെ ഞാൻ ഇപ്പോഴും പറയാറുള്ളൂ, ഡയലോട്ടിനെ എനിക്ക് തീരെ പ്രതീക്ഷയില്ലാത്തൊരു പ്ലെയറാണ് ഡയലോട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മിക്ക ഫോർമേഷനിലും ഡയലോട്ട് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ആർക്കെങ്കിലും പരിക്ക് പറ്റി പുറത്തേക്ക് മസ്റോയെക്കാട്ട് കൂടുതൽ ഞാൻ ഈ നാളത്തെ മത്സരത്തിൽ പ്രിഫർ ചെയ്യുന്നത് അമാദിനാണ്. കാരണം അമാദ് എംബൂമ്പോ കോംബോ വളരെ നന്നായിട്ട് വർക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ സെന്റർ മിഡ്ഫീൽഡായിട്ട് നമുക്ക് ഉറപ്പാണ് എന്തായാലും ബ്രൂണോ ഫെർണാണ്ടസ് കളിക്കും. ആദ്യത്തെ ഹാഫ് ടൈം വരെ നമുക്ക് എന്തായാലും ബ്രൂണോ ഫെർണാണ്ടസിന്റെ പ്രസൻസ് അത്യാവശ്യമാണ്. കാരണം ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പുള്ളിയെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് എന്തായാലും പുള്ളി വേണം. അതുപോലെ തന്നെ അടുത്ത ഒരു സെന്റർ ബാക്ക് ആയിട്ട് സെന്റർ മിഡ്ഫീൽഡർ ആയിട്ട് വരാൻ പോകുന്നത് എന്തായാലും കസിമീറോ, ഉഗാട്ടെ. കസിമീറോ ആയിരിക്കും, കാരണം ഉഗാട്ടെ സെക്കൻഡ് ഹാഫിൽ വരുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി പേസി ആയിട്ട് ആവശ്യം വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അതുകൊണ്ട് ഉഗാട്ടേനെ ഞാൻ എന്തായാലും സെക്കൻഡ് ഹാഫിലേക്കാണ് സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഫ്രണ്ട് ടു എന്തായാലും റൈറ്റ് സൈഡിൽ എന്തായാലും എംബൂമി ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിൽ മത്തേസ് ക്യൂനിയ ഓർ മൗണ്ട് തന്നെയായിരിക്കും. മത്തേസ് ക്യൂനിയ ആയിരിക്കില്ല, മൗണ്ട് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ സ്ട്രൈക്കർ, കഴിഞ്ഞ വട്ടത്തെ സ്ട്രൈക്കർ മത്തേസ് ക്യൂനിയ ആയിരുന്നു, ഫോൾസ് നമ്പർ 9 ആയിരുന്നു. പക്ഷെ ഈ വട്ടം എന്തായാലും സെസ്കോയ്ക്ക് തന്നെയാണ് ചാൻസ് കൂടുതൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ 5 മാൻ ഡിഫൻഡ് ആണ്. അതിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നമ്പർ 9 വേണം. ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുക, അത് കൺവേർട്ട് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാൻ നമുക്കൊരു നമ്പർ 9 അത്യാവശ്യമാണ്, ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് ബെഞ്ചമിൻ സെസ്കോയെ ആയിരിക്കും ഞാൻ ഫസ്റ്റ് 11 പ്രിഫർ ചെയ്യുക. സെക്കൻഡില് നമുക്ക് എന്തായാലും മത്തേസ് ക്യൂനിയ എന്തായാലും സബ്സ്റ്റിറ്റ്യൂഷനിൽ വരികയാണെങ്കിൽ അത് അവരുടെ ബിൽഡപ്പ് സ്റ്റേയില്ല, അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് കളിക്കുന്ന ഒരു രീതിയിലേക്ക് ബ്രൈറ്റൺ മാറുന്ന സമയത്ത് മത്തേസ് ക്യൂനിയയുടെ പ്രസൻസ് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് മത്തേസ് ക്യൂനിയെ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് എടുക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ലൈനപ്പ് വരുന്നത്. ഈ ഒരു ലൈനപ്പിൽ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിങ്ങേഴ്സിന്റെ റണ്ണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, കളിയുടെ മൊമെന്റ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ആ സ്കോറിങ് ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് കൺവേർട്ട് ചെയ്ത് ഗോളുകളാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്രൈറ്റൺ എന്ന കടമ്പ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസി ആയിട്ട് കവർ ചെയ്ത് പോരും. പ്രിഡിക്ഷൻ, അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഒരു പ്രിഡിക്ഷൻ വരുവാണെങ്കിൽ ഞാൻ 3-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 ഗോളിന് വിജയിക്കും. 3-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കും. തോൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തോൽവി ഒരു ഇതിലുണ്ടെങ്കിൽ തന്നെ അതൊരു 2-1 എന്ന രീതിയിലേക്ക് മാത്രമായിരിക്കും ഡൗൺ ആയി പോകുള്ളൂ. അല്ലെങ്കിൽ വലിയൊരു മാർജിനിൽ നമുക്ക് എന്തായാലും കഴിഞ്ഞ വട്ടത്തെ പോലെ എന്തായാലും ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വരില്ല. എന്തായാലും വിജയിക്കും, ഉറപ്പാണ്. 3-1 ഓർ 2-0 എന്നൊരു സ്കോറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കും. അപ്പൊ എന്തായാലും മാച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്, ബൈ.